നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ശബ്ദമുയർത്തി. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി 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 എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, ഓ എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹം. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, ഓ എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, ഓ എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, ഓ എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹം. നന്ദി 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 എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നിറഞ്ഞ ഹൃദയങ്ങളോട് പറയാമോ? നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ജീവിതശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ചേർന്ന് സത്യമല്ലേ? ഓ നിറവാനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിതശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിതശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. കരങ്ങളെ ഉയർത്തി. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. താങ്ക് യു ലോർഡ്. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഹല്ലേലൂയ. ആ ദൈവം നടത്തിയ വഴികളെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ, എന്തൊരു അതിശയമാണ്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ ദൈവം നമ്മളിവിടെ കൊണ്ടുവരുത്തിയത് ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. ഒരു ദിവസവും കൂടെ ദൈവത്തെ ഒന്ന് മനസ്സ് നിറഞ്ഞ് ആരാധിക്കുവാൻ ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. നമ്മുടെ മിടുക്കോ കഴിവോ ഒന്നുമല്ല. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ വലിയ സ്നേഹമാണ്. തിരിച്ചറിഞ്ഞവരൊക്കെ ഇതിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ പണമോ
പദവിയോ ഒന്നുമല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സമർപ്പിച്ചാട്ടെ. എല്ലാവരും തുറന്ന് പറഞ്ഞാട്ടെ, അപ്പാ ഞങ്ങളൊന്നുമല്ല അപ്പാ, ഞങ്ങളൊന്നുമല്ല അപ്പാ, അപ്പന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണപ്പാ. ഹല്ലേലൂയ. പ്രശംസിക്കാനോ പുകഴുവാനോ ഒന്നുമില്ലപ്പാ. അങ്ങയുടെ മാറ്റമില്ലാത്ത കൃപ ഒന്നുകൊണ്ട് മാത്രമാണപ്പാ. ഓ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അല്പസമയം കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ മനസ്സിന് ശക്തിയോടെ ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാമല്ലോ. ഹല്ലേലൂയ. നമുക്കറിയാവുന്നൊരു ഗാനം നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. കരങ്ങളെ തട്ടി ഹല്ലേലൂയ. നിറഞ്ഞ ഹൃദയങ്ങളോടെ ഹല്ലേലൂയ. നിന്റെ ഉപകാരങ്ങൾക്കൊക്കെ ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്. ഓ യേശുക്രിസ്തു ജീവിക്കുകയാണ്. ഓ ഹല്ലേലൂയ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ആമേൻ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൽ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാ. കൊല്ലുന്ന മരണത്തിൽ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാ. ഇനി തെല്ലും ഭയമില്ല മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഇനി തെല്ലും ഭയമില്ല മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ചേർന്ന് ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. നാളിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഇഹലോകത്തിൽ താണിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. എന്നെ യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. എന്നെ യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എൻ്റെ യേശുവത്രേ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എൻ്റെ യേശുവത്രേ. ചേർന്ന് ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താണിനി വേഗം വരും, രാജരാജാവായി വാണിടുവാൻ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ.
യേശു കർത്താവ് ജീവിക്കുന്നു. മഞ്ഞിലല്ലേ യേശുവിൻ മുന്നിൽ മഹത്വത്തിനാ ചേർന്ന് നിത്യവാസമനേശു മുന്നിൽ മഹത്വത്തിനാ. ഇനി പിന്നീല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ എന്നീ ഞാൻ കാത്തിടുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തുയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തുയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താണിനി വേഗം വരും രാജരാജാവായി വാണിടുവാൻ. ചേർന്ന് ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. എന്നേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എൻ്റെ യേശു അത്രേ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. 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 യേശു ക്രിസ്തുയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ആമേൻ. യേശു ക്രിസ്തുയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താണിനി വേഗം വരും രാജരാജാവായി വാണിടുവാൻ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. 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 ഹല്ലേലൂയ ജയം ഹല്ലേലൂയ കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ
bless your holy name. Hallelujah. We bless your holy name. Hallelujah. ഒരു ദൈവിക സാക്ഷ്യം പ്രാപിച്ചെടുത്താണ് അന്യ ഭാഷയോടെ we bless your holy name. ദൈവിക കരുതൽ എത്ര വലുതാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞങ്ങള് കൺവെൻഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഒരു ആക്സിഡന്റ് ഞങ്ങൾ കണ്ടു. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം ചിന്തിച്ചു പോയി. ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ കരുതുന്ന വിധങ്ങൾ ഓർത്തപ്പോൾ ഹല്ലേലൂയ എത്ര നന്ദി പറയണം. ഹല്ലേലൂയ. പകൽക്കാലം നമ്മുടെ മിടുക്കോ കഴിവോ ഒന്നുമല്ല, ദൈവത്തിന്റെ ആ വലിയ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. ആ കർത്താവിനെ ഒന്ന് ആരാധിക്കുവാൻ കിട്ടിയ ഭാഗ്യം. ഹല്ലേലൂയ. ഓ ആ ഉന്നതനായ ദൈവത്തെ താങ്ക് യു ജീസസ്. എൻ പ്രേമഗീതമാ എന്നേശുനാഥ നീ ജൻ ശബ്ദമൂർത്തി. എൻ പ്രേമഗീതമാ എന്നേശുനാഥ നീ എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ജീവനെ എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ഓ ആരാധന 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 ആരാധന
ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ ജീവനേ സ്വന്തമേ അങ്ങിൽ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങിൽ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. കരങ്ങൾ ഉയർത്തിയോ ആരാധന 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 പോലെ സ്നേഹിച്ചിടാ ആവതില്ല ആർക്കുമേ. അവന്ന് ആസ്വദിച്ച് പാടിയാട്ടെ. അങ്ങേ പോലെ സ്നേഹിച്ചിടാ ആവതില്ല ആർക്കും കൂടെ. ഓ അങ്ങേ പോലെ സ്നേഹം ഓർക്കുമോ ആവതില്ല ആർക്കും അങ്ങേ പോലെ അങ്ങേ പോലെ സ്നേഹിച്ചിടാ ആവതില്ല ആർക്കുമേ. സ്നേഹമേ സ്നേഹമേ പ്രേമമേ അങ്ങിൽ മാർവിൽ ചാരുന്നു ഞാൻ. സ്നേഹമേ അങ്ങിൽ മാർവിൽ ചാരുന്നു ഞാൻ. കരങ്ങളെ വീശി ഓ ആരാധന 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 സ്വർഗീയ പിതാവേ, അപ്പ അങ്ങയുടെ പാദത്തിലേക്ക് കടന്നു വരുന്ന കർത്താവേ, കർത്താവേ വർഷപേത്രം ചെയ്യുവാൻ ദൈവം സഹായിച്ചല്ലോ കർത്താവേ. എന്ന് വന്ന് കടന്നു വന്നവരെ എല്ലാവരും അനുഗ്രഹിക്കണമേ, എല്ലാവരും ബ്ലസ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായി തീരണം. ഹല്ലേലൂയ. വ്യത്യാസത്തിലൂടെ നല്ല വചനങ്ങൾ കേൾക്കുവാൻ സഹായിക്കണം, ദൈവിക ദൂതുകളൊക്കെ കേൾക്കുവാൻ സഹായിക്കണം കർത്താവേ. തുടർന്നുള്ള മീറ്റിംഗ് അനേകം എല്ലാം യേശുവിനാൽ തന്നെ. ആമേൻ. ബഹുമാനപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും, മാതാപിതാക്കന്മാർ, ആൻറ്റിമാർ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, വിശേഷാൽ പൂങ്കാവിൽ നിന്നും വന്ന, ചർച്ചിൽ നിന്നും വന്ന ബഹുമാനപ്പെട്ട ജോയി അങ്കിൾ, ഇവിടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട യോശുവ ദേവദാസനെ, റോയി പാസ്റ്റർ, ജെറിൻ ദേവദാസൻ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളാലും
ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. സന്തോഷത്തോടെ കരം ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കൊച്ചു ജെറൻ പറഞ്ഞതുപോലെ പൂങ്കാവിലെ കൺവെൻഷൻ വളരെ അനുഗ്രഹമായിരുന്നു. സ്തോത്രം. വിശേഷാൽ അവസാനത്തെ ദിവസം ആ കാഴ്ചയില്ലാത്ത ദൈവത്തിൻ്റെ ആ പാട്ടുകൾ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ഞാൻ ആ പാട്ട് കേട്ടിട്ടുണ്ട് മൊബൈൽ ഫോണിൽ കൂടെ. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നു അതിൻ്റെ തലേ ദിവസവും വർഷിപ്പ് ചെയ്തപ്പോൾ ഒരാൾ പാടിയ പാട്ട് എങ്കിൽ അദ്ദേഹം പാടിയപ്പോൾ എന്തോ ഒരു നമ്മൾ സ്വർഗവും ദൈവമായിട്ടുള്ള അടുത്ത് നിൽക്കുന്ന പോലെ തോന്നി. സ്തോത്രം. ഇന്നലെ ഞാനൊരു പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ ഞാനത് പറയുകയും ചെയ്തു. സ്ഥലത്ത് വലിയ അനുഗ്രഹമായിരുന്നു കൺവെൻഷൻ മീറ്റിംഗ്. സ്തോത്രം. ഞാൻ സദസ്സിലായിരുന്നത് പാസ്റ്ററിനെ വിളിച്ചിരുന്നു. എങ്കിലും അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും സപ്പോർട്ട് കൊടുക്കാനൊക്കെ കർത്താവിനെ സഹായിച്ചു. വളരെ അനുഗ്രഹമായിരുന്നു കൺവെൻഷൻ മീറ്റിംഗ്. അവിടെ ശുശ്രൂഷിക്കുന്ന ബഹുമാനപ്പെട്ട ബിജു ദേവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവിടെ നിന്നും കടന്നു വന്ന അതിൻ്റെ ഓണർ ബഹുമാനപ്പെട്ട ജോയങ്കിൾ നമ്മുടെ നടുവിലുണ്ട്. പ്രത്യേകമായ സ്വാഗതം അറിയിക്കുന്നു. ഏനാത്ത് ചർച്ചിൻ്റെ മറ്റ് അതിഥികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും സ്വാഗതം അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. രാവിലെ സൺഡേ സ്കൂളൊക്കെ അനുഗ്രഹമായിരുന്നു. പഠിപ്പിക്കുന്ന അധ്യാപകരെ ദൈവം അനുഗ്രഹിക്കട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. എല്ലാ അനുഗ്രഹങ്ങളാലും വിശുദ്ധാരാധന ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അപ്പോൾ ജോയ് നമ്മളെ ജെറൻ കൊച്ചു ജെറൻ പറഞ്ഞതുപോലെ കൺവെൻഷൻ കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളും അപകടം കാണുവാനിടയായി. ആ അപകടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്ഫോമർ വെച്ചിരിക്കുന്നത് അതിനെ ഇടിച്ചു. അത് ഒടിഞ്ഞ് തൂങ്ങിക്കിടക്കുകയാണ്. സ്തോത്രം. ഏത് നിമിഷം അത് ഒടിഞ്ഞ് വീഴും. ഞങ്ങളവിടെ എത്തിയപ്പോൾ 100 കണക്കിന് ആൾക്കാർ. രാത്രിയാണ്, എന്നിട്ട് പോലും അത്രയും 10:30 മണിയാകും ആ സമയം. ഇന്നോവ വാഹനമാണ് ഇടിച്ചത്. മറ്റ് വിശദാംശങ്ങളും അന്ന് നമുക്കറിയില്ല. എല്ലാം അപകടം പറ്റിയവരെയൊക്കെ കൊണ്ടുപോയി. ജനം മൊത്തവും നിറഞ്ഞു നിൽക്കുന്നു. അതുമാത്രമല്ല അതിൽ നിന്ന് ഈ ചില്ലുകൾ അടിച്ച് തകർത്ത ചില്ലുകൾ ഒരുപാട് ദൂരെ വീണ് കിടക്കുകയായിരുന്നു. ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ വന്നപ്പോൾ ഒരു ചില്ല് എൻ്റെ കാലിൽ ഇങ്ങനെ തട്ടി കുപ്പിച്ച് അതിൻ്റെ ചില്ലുകൾ എൻ്റെ കാല് മുറിഞ്ഞു. ഞാൻ പറഞ്ഞു ഇതെന്തോ റോഡിൽ ആരോ ഇങ്ങനെ ചില്ലിട്ടെന്ന്. പക്ഷേ അവിടെ നടന്ന അപകടത്തിൻ്റെ ചില്ലുകൾ ചില മീറ്ററുകൾ അപ്പുറം തെറിച്ചു എന്നുള്ളതാണ്. എൻ്റെ കാല് മുറിഞ്ഞ് ഞാൻ തൊട്ട് നോക്കിയപ്പോൾ രക്തം എൻ്റെ കയ്യിൽ പുരണ്ടു. പിന്നെ വണ്ടി നിർത്തി. വലിയ അപകടമായിരുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മളെ കരുതിയതിനായി സ്തോത്രം. എല്ലാവരും സ്തോത്രം പറ. എല്ലാവരും ബൈക്കുള്ളവരല്ല, എല്ലാവരും ആട്ടോയുള്ളവരല്ല, എല്ലാവർക്കും കാറുള്ളവരല്ല, സൈക്കിളും എല്ലാവർക്കും ഇല്ല. എന്നാൽ നമ്മളിൽ പലരും ബസ്സുകളിൽ പോകുന്നവരാണ്. നീ ബസ് സ്റ്റാൻഡിൽ നിന്നാലും നിന്നെ ഇടിക്കും. പക്ഷെ നിന്നെ എന്നെ ഇടിക്കാതെ ദൈവം കരുതിയതിനായി സ്തോത്രം. എന്നെ നിങ്ങളും തകർത്ത് കളയാതെ തമ്പുരാൻ സൂക്ഷിച്ചതിനാ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്നും നമ്മൾ രക്ഷിപ്പാനിടയായ തമ്പുരാന് നന്ദിയോടെ സ്തോത്രം. ഈ 11ാമത്തെ മാസമാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മളെ പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആരാധനകളും നമ്മുടെ വിശ്വസ്തതകളും വിശുദ്ധികളും സ്നേഹവും കൂടണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതിന് ഹല്ലേലൂയ കുറഞ്ഞു, ഇത് ഹല്ലേലൂയ കുറഞ്ഞു. അങ്ങനെ കുറയരുത്. നമ്മളെ പ്രായം, ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കും, ദൈവമേ പ്രായം കൂടിയല്ലോ. ഇപ്പോൾ ഇവരൊക്കെ കളിക്കുന്നതും ചിരിക്കുന്നതും ടൂറൊക്കെ പോകുന്നത് കാണുമ്പോൾ ഭയങ്കര വല്ലായ്മ തോന്നുകയാണ്. നമുക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ. സ്തോത്രം. അതുകൊണ്ട് പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, ടൂർ പോകേണ്ട സമയത്ത് ടൂർ പോകുക, വിവാഹപ്രായമായി നിൽക്കുന്ന സമയത്ത് വിവാഹം കഴിച്ചോളണം, വീട് പണിയേണ്ട സമയത്ത് വീട് പണിയണം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആ സമയത്ത് നീ സ്നാനമേൽക്കണം. സ്നാനപ്പെടേണ്ട സമയത്ത് നീ സ്നാനമേൽക്കണം. ആരാധിക്കേണ്ട സമയത്ത് നീ ആരാധിക്കണം. സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മളിൽ പലരും ചന്ദ്രന പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം, സൂര്യൻ്റെ പ്രകാശം തട്ടിയാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത്. നമ്മളിൽ പലരും ചന്ദ്രന. സൂര്യൻ്റെ പ്രകാശം ഇല്ലെങ്കിൽ നമുക്ക് ആരാധന വെളിപ്പെടുത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? വർഷിപ്പ് ചെയ്യുന്നവർ നല്ലവണ്ണം ആത്മാവിൽ നിറഞ്ഞില്ലെങ്കിൽ നമുക്ക് ആരാധന വെളിപ്പെടുത്തില്ല.
അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നീ സൂര്യനല്ല, നീ വെറും ചന്ദ്രനാ. മനസ്സിലായോ? അർത്ഥം മനസ്സിലായോ? നമ്മളിൽ പലരും ചന്ദ്രനാ. സൂര്യന്റെ പ്രകാശം തട്ടിയാണ് ചന്ദ്രൻ പ്രകാശിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചന്ദ്രനല്ല, നമ്മൾ സൂര്യനാ. സ്തോത്രം എത്ര പേര് ചെയ്യും? വിശുദ്ധ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ആരും പറയാതെ തന്നെ നീ സ്തോത്രം ചെയ്യണം. അതൊരു പൊതു ആരാധനയാണ്. ഇനി ഞാൻ പറയത്തില്ല കേട്ടോ, ഇനി ഒരിക്കലും അത് പറയത്തില്ല, ഇന്നത്തോടെ നിർത്തി. പൊതു ആരാധനയ്ക്ക് വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുകുട്ടി ആവാലവൃത്തവും നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. നിങ്ങൾ കർത്താവിനെ ആരാധിക്കേണ്ടവരാണ്. വർഷിപ്പ് ചെയ്യുന്നതിന് നോക്കണ്ട, അരമണിക്കൂർ പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിക്കുവാൻ സോമം ഭാഷയിൽ എഴുതിയിട്ട് പറഞ്ഞിട്ടല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്. പിന്നെയോ നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചതുകൊണ്ട്, ഒരു ദിവസം കൂടെ ദൈവം നിങ്ങൾക്ക് ജീവൻ നൽകിയതുകൊണ്ട്, നിങ്ങളുടെ പ്രായമുള്ളവർ എത്ര പേര് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അനേക ഭവനങ്ങൾ ദുഃഖഭവനമായി, ഭർത്താവ് മരണപ്പെട്ട്, ഭാര്യ മരണപ്പെട്ട്, മക്കളും മരുമക്കളും കൊച്ചുമക്കളും അറ്റാക്ക് വന്ന് മരണപ്പെട്ടപ്പോൾ, വാഹന അപകടത്തിൽ മരണപ്പെട്ടപ്പോൾ, ഒരു ദിവസം കൂടെ ആയുസ് തന്ന മാതാവേ, പിതാവേ, ഭക്തനെ, നീ ദൈവത്തെ ആരാധിക്കണം. അതിന്റെ ആ ടൈമിൽ ആരാധിക്കണം കേട്ടോ. ഇനി ഞാൻ പറയത്തില്ല. അതായത് ആരാധന സമയത്ത് വർഷിപ്പിന്റെ ആ ഗാംഭീര്യമൊന്നുമല്ല, സ്തോത്രം. അതാണ് പറഞ്ഞത്. ചിലര് ചന്ദ്രന വർഷിപ്പിന്റെ ആ ശക്തി വന്നാലേ ചിലർ ആരാധിക്കത്തുള്ളൂ. അങ്ങനെ അല്ല. നമ്മളെല്ലാവരും സൂര്യനേക്കാൾ പ്രകാശമുള്ള എന്റെ കർത്താവിനാൽ ജനിച്ചവരായതുകൊണ്ട് നമ്മൾ സൂര്യനായി നിൽക്കുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു ഇന്ന് പകൽക്കാലം? സൂര്യനേക്കോ ഒരിക്കലും അത് അസ്തമിക്കത്തില്ല. ഇന്ന് രാത്രിയാകുമ്പോൾ രാത്രിയാവും, ഇവിടെ പകല് കുറെ മണിക്കൂർ കഴിയുമ്പോൾ ഇവിടെ രാത്രിയാകും. പക്ഷേ അത് മറു രാജ്യത്ത് സൂര്യൻ അവിടെ എത്തുവാനിടയായി. സൂര്യൻ ഒരിക്കലും അസ്തമിക്കുന്നില്ല. സൃഷ്ടാവായ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് ഉണ്ടായി. അതിങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഏതൊരു മീറ്റിങ്ങിനും, അത് ഉപവാസമാകട്ടെ, കോട്ടേജ് മീറ്റിംഗ് ആകട്ടെ, വിശുദ്ധ ആരാധനയാകട്ടെ, തുടക്കത്തിലുള്ള ആരാധനയിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും സ്വമേധയായി, മനസ്സിലായോ? സ്വമേധയായി നമ്മൾ ആരാധിക്കണം. ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് കാണാൻ പറ്റും, പലരും കണ്ണ് തുറന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അന്തം വിട്ടുപോലെ. അങ്ങനെ ഇരിക്കലും കേട്ടോ, കുറ്റം പറഞ്ഞല്ല കേട്ടോ. സ്തോത്രം. ആ തുടക്ക ആരംഭത്തിൽ കർത്താവിനെ ആരാധിക്കേണ്ട ടൈമാണ്. അവനെ ആരാധിക്കണം. അല്ലാതെ നമ്മൾ കഴിഞ്ഞ ദിവസം കൺവെൻഷൻ പോയല്ലോ, അവിടെ വർഷിപ്പ് ചെയ്യുന്നവരെ ആരാധിക്കുമ്പോൾ ജനം ആരാധിക്കും. അത് യഥാർത്ഥ ആരാധന അല്ല, എൻ്റെ ഒരു പോളിസി അനുസരിച്ചാണെങ്കിൽ. സ്തോത്രം. സ്വമേധയായി നമ്മൾ ആരാധന സമയത്ത് ആരാധിക്കണം. അതാണ് യഥാർത്ഥ ആരാധന. എത്ര പേര് എൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഇതിനകത്ത് സ്വമേധയായി ആരും ആരാധിപ്പിക്കാതെ തന്നെ, അമ്മാമേ, പാസ്റ്ററെ, സഹോദര, സഹോദരി, നീ ആരാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ ആരാധന. ഞാൻ പരസ്യ പ്രഖ്യാപനം ചെയ്യുകയാണ്. ആരാധന സമയത്ത് ആരാധിക്കുവാൻ, പാട്ടുകൾ പാടി ആരാധിക്കാൻ നമുക്ക് പലർക്കും കഴിഞ്ഞില്ലെങ്കിൽ, ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മുഖമൊക്കെ വല്ലാതെ വാടും കേട്ടോ. ഇതിന്റെ പച്ചയായ ഒരു യാഥാർത്ഥ്യം പറഞ്ഞു കേട്ടോ. ഇതിന്റെ പച്ചയായ യാഥാർത്ഥ്യം പറഞ്ഞത്. സ്തോത്രം. സങ്കീർത്തനം ഒക്കെ ചുരുക്കുക എന്ന് പറയുന്നത് എന്തെന്നാൽ യൂത്തിന്റെ മീറ്റിങ്ങുകളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നമ്മളെ ആദരിക്കട്ടെ. ഈ ഒരു പോയിന്റ് പറയുമ്പോൾ നമ്മൾ എല്ലാവരും മുഖം മാടുമല്ലേ? അങ്ങനെ പാടല്ലേ കേട്ടോ. സ്തോത്രം. സ്വമേധയായി ആരാധിക്കുന്ന ആരാധനയാണ് യഥാർത്ഥ ആരാധന. ഹൃദയത്തിൽ അത് കിടക്കട്ടെ. സ്തോത്രം. നമുക്ക് സങ്കീർത്തനത്തിലേക്ക് വരാം. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വേഗത്തിലിരിക്കുന്നു. അതിഥികളുണ്ട്. സ്തോത്രം. യൂത്തിൻ്റെ മീറ്റിംഗ് ഉള്ളത് കൊണ്ട് 12:30 മണി നമ്മുടെ സമയമാണല്ലോ. 23-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം. നല്ല തിരുവചനത്തിനായി സ്തോത്രം. മനുഷ്യനും ദൈവവും തമ്മിലുള്ള വ്യത്യാസം പറയാൻ പോവുകയാണ്. മനുഷ്യനും ദൈവവുമായിട്ടുള്ള വ്യത്യാസം. മനുഷ്യന് താഴ്ച വരുമ്പോൾ, വീഴ്ച വരുമ്പോൾ, തളർച്ച വരുമ്പോൾ, രോഗം വരുമ്പോൾ,
കടഭാരം വരുമ്പോൾ എല്ലാവരും മാറിപ്പോകും, എല്ലാവരും മറന്നുപോകും, എല്ലാവരും മുഖം മറയ്ക്കും. കാലിലെ റോട്ടിൽ വെച്ച് കണ്ടാലും കാണാതെ പോകും. എനിക്കും നിങ്ങൾക്കും രോഗങ്ങളും തളർച്ചകളും വീഴ്ചകളും താഴ്ചകളും വരുമ്പോൾ കൂടെ ഇരിക്കുന്നവരും കാണാതെ പോകും. കേരളത്തിലെ അറിയപ്പെടുന്ന അപ്പോസ്തലനാകുന്ന സാധു കൊച്ചു കുഞ്ഞുപദേശി യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്ത്യാനിയായി തീർന്നപ്പോൾ അദ്ദേഹത്തിന്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും കണ്ടിട്ട് കാണാതെ പോകുകയാണ്. അദ്ദേഹം കോടീശ്വരനായ ഒരു മനുഷ്യനാണ്. പക്ഷേ വസ്തുവകകളോ സമ്പത്തൊന്നും കൊടുത്തില്ല. അദ്ദേഹം പട്ടിണിയുടെ ആകുമ്പോൾ ദുഃഖത്തിലുമായി തീരുമ്പോൾ സഹോദരങ്ങൾ അദ്ദേഹത്തെ ഒന്ന് നോക്കുവാൻ, ഒന്ന് ചിരിക്കുവാൻ, സന്തോഷിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ സഹോദരന്മാരൊക്കെ കാണുമ്പോൾ കുട കൊണ്ട് മറയ്ക്കുവാനിടയായി. എൻ്റെ ചിന്ത ഇതാണ്, മനുഷ്യനും ദൈവവും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യന് വീഴ്ച വരുമ്പോൾ, താഴ്ച വരുമ്പോൾ, തളർച്ച വരുമ്പോൾ, രോഗം വരുമ്പോൾ, കടഭാരം വരുമ്പോൾ മനുഷ്യരെല്ലാം മറക്കും. പക്ഷെ ദൈവം നമ്മെ ഓർക്കുവാനിടയാകും. സങ്കീർത്തനക്കാരൻ പറയുന്നു, താഴ്ചയിൽ നമ്മെ ഓർത്ത മഹാദൈവം. എത്ര പേര് സ്തോത്രം ചെയ്യും? താഴ്ചയും വീഴ്ചയും വരുമ്പോൾ എല്ലാവരും മറക്കും. അതുകൊണ്ട് അദ്ദേഹം തന്നെ പാടുകയാണ്. അദ്ദേഹം ഒരു പാട്ടും കൂടെ അതിനകത്ത്, ആ അനുഭവം ഉണ്ടായപ്പോൾ ഒരു പാട്ടും കൂടെ അദ്ദേഹം പാടുവാനിടയായി. ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നു. ആരുമെന്ന് ചോദിച്ചാൽ നമ്മളല്ല, അദ്ദേഹത്തിന്റെ ദേശത്തിലെ നാട്ടുകാരല്ല, പിന്നെയോ അദ്ദേഹത്തിന്റെ സഹോദരന്മാരും മാതാവും പിതാവും സഹോദരിമാരും ഹല്ലേലൂയ കാണാതെ പോകുവാനിടയായി. അപ്പനും അമ്മയും ഇല്ലെങ്കിലും എൻ്റെ കർത്താവ് എനിക്ക് തുണയായി നിൽക്കുമെന്ന് അദ്ദേഹം പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുവാനിടയായി. ഞാൻ ഒന്നും കൂടെ പറയുന്നു, താഴ്ചയും വീഴ്ചയും വരുമ്പോൾ എല്ലാവരും ചിരിക്കുന്നവരൊക്കെ നമ്മളെ മറക്കും. നമ്മൾ നിന്നും ഭക്ഷിച്ചവരോ സമ്പത്ത് പ്രാപിച്ചവരോ ഒക്കെ ഹാലിലെ രോഗങ്ങളും പ്രതികൂലങ്ങളും വീഴ്ചകളും വരുമ്പോൾ പിന്നെ ഫോൺ പോലും എടുക്കത്തില്ല. ഇത് നമ്മുടെ അനുഭവമാണ്. സ്തോത്രം. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, താഴ്ചയിലോർത്ത ദൈവം, ഹല്ലേലൂയ, വീഴ്ചയിലോർത്ത ദൈവം ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിട്ടുണ്ട്. സ്തോത്രം. അടോ അപ്പോൾ ഞാൻ ഈ വചനം ഇങ്ങനെ ചിന്തിച്ചു ധ്യാനിച്ചപ്പോൾ എനിക്ക് തന്ന ഒരു പാട്ടാണ്, അദ്ദേഹം എഴുതിയ പാട്ട്. ഒരു വരി പാട്ട് പാടിയിട്ട് ഞാൻ സങ്കീർത്തനത്തിലേക്ക് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അദ്ദേഹം ഈ അനുഭവം ഉണ്ടായപ്പോൾ സാധു കൊച്ചു കുഞ്ഞു ഈ പാട്ട് പാടുവാനിടയായി. ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. പിതാവില്ലാത്തോർക്ക് നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും, പിതാവില്ലാത്തോർക്ക് നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും, വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കും എല്ലാവൻ കർത്താവത്രേ. വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. ഓ എൻ്റെ ദൈവം ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിനുല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിന്. 23-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ.
നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്. നമുക്ക് കാണാതെ അറിയാമെങ്കിലും വായിപ്പിക്കുന്നതാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ ലോകം അവസാനിക്കുന്നവരെ വേദപുസ്തകം വിടർത്തി വെച്ച് ശുശ്രൂഷിക്കുവാനും ആലയത്തിൽ വരുവാനും തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ. ചിലരൊക്കെ മൊബൈൽ ഫോൺ നോക്കിയൊക്കെ പറയുന്നുണ്ട്, ചിലരൊക്കെ യോജിക്കുന്നുണ്ട്, യോജിക്കാതിരിക്കുന്നുണ്ട്. ഈ ലോകം ഇനി എന്തെല്ലാം നമ്മൾ കാണാൻ കിടക്കുന്നു. പക്ഷേ വേദപുസ്തകം വിടർത്തി വെച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശുശ്രൂഷ ചെയ്തതുപോലെ നമുക്ക് ഇത് കാണാതെ അറിയാം എനിക്ക്, പക്ഷേ നിങ്ങൾക്കും അറിയാം. എങ്കിലും അത് വായിക്കുന്നത് അനുഗ്രഹമാണ് കേട്ടോ. താഴ്ചയിൽ നമ്മളെ ഓർക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം നിന്റെ എല്ലാ താഴ്ചകളിലും വീഴ്ചകളും തമ്പുരാൻ നിന്നെ ഓർക്കുവാനിടയായി. ഓർത്തതിന്റെ ഫലമാണ് ഇന്ന് പകൽക്കാലം വിശുദ്ധ ആരാധനയോടെ വന്നിരിക്കുന്നത് തന്നെ. ഇന്ന് പകൽക്കാലം വിശുദ്ധ ആരാധനയ്ക്ക് വന്നിരിക്കുന്നതിന്റെ കാരണം എന്നെ നിങ്ങളെ തമ്പുരാൻ ഓർക്കുവാനിടയായി. മാതാവും പിതാവും ഓർക്കാതിരിക്കട്ടെ, സഹോദരന്മാർ ഓർക്കാതിരിക്കട്ടെ, ഹല്ലേലൂയ, ബന്ധുമിക്കൾ ഓർക്കാതിരിക്കട്ടെ, പക്ഷേ ദൈവം നമ്മളെ ഓർക്കുവാനിടയാകും. ഹല്ലേലൂയ. എത്രയോ വാതിലുകൾ നീ മുട്ടി നിന്റെ ഭവനത്തിന്റെ പണി തീർക്കാൻ വേണ്ടി ഉണ്ട് കയ്യിലവരിൽ, പക്ഷേ അവരും ഈ മലർത്തി. പക്ഷേ എന്നെ സഹായിപ്പാൻ ബലമുള്ളൊരു കരം സ്വർഗത്തിലുണ്ട്. ആരും സഹായമില്ലാതിരിക്കുമ്പോഴും ആരും സഹായിക്കാതിരിക്കുമ്പോഴും എനിക്കും നിങ്ങൾക്കും പരസ്യ പ്രഖ്യാപനം ചെയ്യാൻ പറ്റും. ആരെല്ലാം നമ്മളെ സഹായിച്ചില്ലെങ്കിലും ഞാൻ ആരാധിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന ഒരു സ്വർഗം നിങ്ങളെ സഹായിപ്പാൻ താനിറങ്ങി വരുവാനിടയാ. തളർന്നു പോകേണ്ട ആവശ്യമില്ല. നിങ്ങളെ എന്നെ സഹായിപ്പാൻ ബലമുള്ളൊരു കരമുണ്ട്. സാധു കൊച്ചു കുഞ്ഞു ഉപദേശം മാത്രമല്ല സഹായിപ്പാൻ. രംഗം പാടിയങ്ങനെയാണ്, എന്റെ സഹായം മുഴുവനും എന്റെ കർത്താവത്രേ. അദ്ദേഹം ഇന്ന് കർത്താവിൽ നിരപ്രാപിക്കുന്നുവെങ്കിലും അദ്ദേഹം ലോകപ്രസിദ്ധമായി അറിയപ്പെടുന്ന അപ്പോസ്തലൻ. അദ്ദേഹം എന്തിനീ കലയപുരത്ത് തന്നെ അദ്ദേഹത്തിന്റെ വലിയ സ്ഥാപനമുണ്ട്. ഈ തൊട്ടടുത്തുള്ള കലയപുരത്ത് എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിന്റെ പാട്ട്, നമ്മൾ രാവിലെ ഒക്കെ പാടുന്ന പാട്ട് തന്നെ നമുക്ക് ജീവൻ തരുന്നതാണ്. ഇന്ന് ഈ വിശുദ്ധ ദിവസം ഞാൻ പറയുന്നു, എത്ര താഴ്ചകൾ വന്നാലും, എത്ര വീഴ്ചകൾ വന്നാലും, ആരെല്ലാം അപ്പുറവും ഇപ്പുറവും മറന്നാലും മറക്കാത്തൊരു ദൈവമുണ്ട്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ മറക്കത്തില്ല. നമ്മളെ മറന്നില്ല എന്നതിൻ്റെ വലിയ തെളിവാണ് ഇന്നിവിടെ ആരാധനയ്ക്ക് വന്നത് തന്നെ. നമ്മളിവിടെ കൊണ്ടുവന്ന് ആരെല്ലാം മറക്കട്ടെ, പക്ഷെ കർത്താവ് നമ്മളെ മറക്കത്തില്ല. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നീ മാത്രമാണ് ഞങ്ങളുടെ സഹായം. നീ ഞങ്ങളെ താഴ്ചയിൽ ഓർത്ത ദൈവമാണ്. തൻ്റെ ജനത്തെ ദൈവം അനുഗ്രഹിക്കണമേ, സമൃദ്ധിയായി മാനിക്കണമേ കർത്താവേ. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ആത്മീകമായും തമ്പുരാൻ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളാലും തൻ്റെ ജനത്തെ തമ്പുരാൻ അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു വാക്യം യെശയ്യാവ് 43-1 വാക്യം വായിക്കണമെന്നില്ല, ഞാൻ വായിച്ച സമയം കടന്നു പോകും. അതിൻ്റെ ലാസ്റ്റ് പോർഷൻ, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അതിന് മുമ്പായി യഹോ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ട ഒരു ജനമാണ് നമ്മൾ. ആ വീണ്ടെടുക്കപ്പെട്ട ജനത്തിന് ഇടയിൽ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ ദയയാൽ നമ്മെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ, മോശയുടെ ജീവിതത്തിൽ അതിൻ്റെ 3-ാം അധ്യായം, എക്സോഡസ്, പുറപ്പാട് പുസ്തകം 3-1-2 എല്ലാം വായിക്കണമെന്നില്ല. 5-ാമത്തെ വാക്യത്തിൽ മോശേ എന്ന് ദൈവം വിളിക്കുന്നു. മോശയുടെ ജീവിതത്തിൽ ഈ വിളി വന്നത് എത്രാമത്തെ വർഷമാണ്? 40 വർഷം ഫറവോൻ്റെ കൊട്ടാരത്തിൽ രാജാവ് എൻ്റെ അസിസ്റ്റൻ്റായിട്ട്, ഇല്ലെങ്കിൽ രാജപുത്രനായിട്ട് ജനിച്ചു. അവിടുന്ന് മോശ തള്ളപ്പെട്ടു, അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. പിന്നെ 40
വർഷം ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിയിൽ കഷ്ടമനുഭവിച്ചു. അവിടെ വെച്ചാണ് ദൈവം മോശെ മുൾപ്പടർപ്പ് വെച്ച്, നമുക്കെല്ലാവർക്കും ഈ ചരിത്രം അറിയാം. 80-ാമത്തെ വയസ്സിൽ ദൈവം മോശെ വിളിച്ചു. എന്നാൽ അമ്മയുടെ ഉദരത്തിൽ വെച്ചേ മോശയെ കണ്ടതാണ്. അവൻ സുന്ദരനായി പിറന്നു, കോമളനായി പിറന്നു. പക്ഷേ എത്ര ദിവസം അവനെ മാതാപിതാക്കൾക്ക് സൂക്ഷിപ്പാൻ കഴിഞ്ഞു? വെറും ചെറിയ ഒരു 3 മാസം മാത്രം അവനെ ശുശ്രൂഷിക്കുവാൻ കഴിഞ്ഞു. എന്നാൽ കൃപയാൽ മോശ ഫറവോൻ്റെ രാജകൊട്ടാരത്തിൽ വാണുവെങ്കിലും അത്ഭുതമായി ദൈവം പോറ്റി പുലർത്തി. അമ്മയ്ക്ക് ശമ്പളം കൊടുത്ത് അമ്മയുടെ പാൽ കുടിച്ച് വളരുവാനും അതോടൊപ്പം തന്നെ ഉപദേശം സ്വീകരിക്കുവാനും ഇടയായി. അത്ഭുതമായി നടത്തിയ ദൈവത്തിൻ്റെ മഹാദേവോർത്ത് ആവർത്തന പുസ്തകം 33-16 വാക്യത്തിൽ ഒരു വാക്യം അതൊന്ന് വായിച്ചാൽ, മുൾപ്പടർപ്പിൽ വെച്ച് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. മുൾപ്പടർപ്പിൽ വെച്ച് ഇടപെട്ട മോശയുടെ തലമുറയിൽ ജോസഫിൻ്റെ അനുഗ്രഹവും വന്നു. നമ്മൾ തലമുറയായിട്ട് അനുഗ്രഹം പ്രാപിപ്പാൻ നമ്മൾ യോഗ്യരായി തീരണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. നമ്മുടെ മാതാപിതാക്കളാൽ നമ്മൾ വിശ്വാസത്തിൽ വന്നു എങ്കിലും അത് ആ വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ ദൈവവുമായിട്ട് നമുക്ക് ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ, മോശ 24-ാമത്തെ വാക്യം ആരെങ്കിലും ദൈവജനത്തോടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. അടുത്ത വാക്യം നിരസിച്ചു. ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമായിട്ട് എണ്ണിയവരാണ് ഈ കൂട്ടത്തിലിരിക്കുന്ന അനേകരും. നമ്മൾ ഒന്നുകൂടെ പ്രതിഷ്ഠിക്കണം. ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമായിട്ട് നമ്മൾ ഓരോരുത്തരും എണ്ണിയാൽ ദൈവത്തിൻ്റെ ആ വിളിയുടെ ഉദ്ദേശം നമ്മൾ കൂടെ ദൈവം പൂർണ്ണമാക്കും. എൻ്റെയും ജീവിതത്തിൽ ഞാൻ ഇതാണ് ആഗ്രഹിക്കുക, ഒരു നല്ല അന്തം, ദൈവത്തിന് വേണ്ടി ശോഭിക്കുവാൻ ദൈവമക്കളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഇന്ന് ഇവിടെ വന്ന് ഈ പ്രിയപ്പെട്ട നിങ്ങൾ എല്ലാവരെയും ഒന്ന് കാണുവാനും നിങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ഒരവസരം ഒരുക്കി തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്കിപ്പോൾ 76 വയസ്സായി. ഇത്രയും ഈ ഭൂമിയിൽ ജീവിക്കുവാനും സാക്ഷിക്കുവാനും വേണ്ട വിധത്തിലോ ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കുറവെൻ്റെ ജീവിതത്തിലുണ്ട്, കുറ്റങ്ങളുണ്ട്. എങ്കിലും ദൈവത്തിൻ്റെ കൃപ, അവൻ്റെ ദയ ഇന്നും നിലനിർത്തിയിരിക്കുന്നു. അനേക അനർത്ഥങ്ങൾ, അനേക ആക്സിഡൻറ്റുകൾ, ആപത്തുകൾ, രോഗങ്ങൾ, ദുഃഖങ്ങളൊക്കെ വന്നെങ്കിലും ദൈവത്തിൻ്റെ കൃപ എന്നെ കാത്ത് പരിപാലിച്ചു. എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിച്ചു. ആ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവസാനത്തോളം നമ്മെ നടത്തുവാൻ പ്രാപ്തിയുള്ള കരമാണ്. ആ ബലമുള്ള കരത്തിൽ നമുക്ക് താണിരിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാനും വിശ്വസ്തനായി ജീവിപ്പാൻ സമർപ്പിക്കുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ആമേൻ.
ஊற்றிடுமே உன் வல்லமையே இந்த நாளில் எங்கள் மேலே ஊற்றிடுமே உன் அக்கினியே இந்த நாளில் எங்கள் மீது வல்லமையுடே ஊற்றிடுமே உன் வல்லமையே இந்த நாளில் எங்கள் மேலே ஊற்றிடுமே உன் அக்கினியே இந்த நாளில் எங்கள் மீது வல்லமையுடே வல்லமை வல்லமை தாருமே தேசத்தை உமக்காக கலக்கிட அபிஷேகம் அபிஷேகம் ஊற்றுமே ஆனல் கொண்டு உமக்காட எழுப்பிட வல்லமை வல்லமை தாருமே தேசத்தை உமக்காக கலக்கிட அபிஷேகம் அபிஷேகம் ஊற்றுமே ஆனல் கொண்டு உமக்காக எழுப்பிட ஊட்டிடுமே உன் வல்லமையே இந்த நாளில் எங்கள் மேலே ஊற்றிடுமே உன் அக்கினியே இந்த நாளில் எங்கள் மீது வல்லமையோடே பெந்தெக்கோஸ்து செய்தது போல அக்கினியின் ஆவிகள் பொழிந்திடுமே அப்போஸ்தலர் நாள்கள் செய்தது போல இன்றும் செய்ய வேண்டுமே அப்போஸ்தலர் நாள்கள் செய்தது போல இன்றும் செய்ய வேண்டுமே ஊற்றிடுவே உன் வல்லமையே இந்த நாளில் எங்கள் மேலே ஊற்றிடுமே உன் அக்கினியே இந்த நாளில் எங்கள் மீது வல்லமையுடே வல்லமை வல்லமை தாருமே தேசத்தை உமக்காக கலக்கிட அபிஷேகம் அபிஷேகம் ஊற்றுமே ஆனல் கொண்டு உமக்காக எழுப்பிட வல்லமை வல்லமை தாருமே தேசத்தை உமக்காக கலக்கிட அபிஷேகம் அபிஷேகம் ஊற்றுமே ஆனல் கொண்டு உமக்காக எழுப்பிட ஊற்றுமே என்று வாக்கு தந்த ஆவியை ஊற்று வேண்டுமே மாம்சமான யாவும் மேலும் ஊற்றுமே என்று வாக்கு தந்த ஆவியை ஊற்று வேண்டுமே நீச்சலாலும் கொண்டு சென்று நீந்த செய்யுமே நதியாய் பாய்ந்திடுமே நீச்சலாலும் கொண்டு சென்று நீந்த செய்யுமே நதியாய் பாய்ந்திடுமே ஊற்றிடுமே உன் வல்லமையே இந்த நாளில் எங்கள் மேலே ஊற்றிடுமே உன் அக்கினியே இந்த நாளில் எங்கள் மீது வல்லமையோடே ஊற்றிடுமே உன் வல்லமையே இந்த நாளில் எங்கள் மேலே ஊற்றிடுவே உன் அக்கினியே இந்த நாளில் எங்கள் மீது வல்லமையோடே வல்லமை வல்லமை தாருமே தேசத்தை உமக்காக கலக்கிட அபிஷேகம் அபிஷேகம் ஊற்றுமே ஆனல் கொண்டு உமக்காக எழுப்பிட வல்லமை வல்லமை தாருமே தேசத்தை உமக்காக கலக்கிட அபிஷேகம் அபிஷேகம் ஊற்றுமே ஆனல் கொண்டு உமக்காக எழுப்பிட. നാം പലപ്പോഴും വായിച്ചതും ഗ്രഹിച്ചതും ചിന്തിച്ചതുമായ ഒരു വേദഭാഗം ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ വിശുദ്ധ ആരാധനയ്ക്ക് കൺക്ലൂഡ് ചെയ്ത് പ്രാർത്ഥിപ്പാൻ ക്രിസ്തു ശരണപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 1-ാം വേദ തിരുവെഴുത്ത് ഒരാൾ എനിക്ക് വായിച്ച് സഹായിക്കണം, വായിച്ചു തരണം.
അതിന്റെ ശേഷം അബ്രഹാമിന്റെ ദർശനത്തിൽ ആ. യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, ആ. അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയവും നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹവും വിലയേറിയതുമായ നല്ല പകലിനായി ദൈവത്തിന് നന്ദി പറയുന്നു. വിശേഷിച്ചും ഞങ്ങളുടെ വിശുദ്ധാരാധനയുടെ പകൽക്കാലം ആഴമേറിയ സങ്കീർത്തനത്തിൻ്റെ ചിന്തകൾ ഞങ്ങൾക്ക് തന്നു. അതിൻ്റെ 13-ാം തിരുവെഴുത്ത് ഞങ്ങളെ ഇന്ന് പകല അല്പം ചിന്തിപ്പാനിടയായി. താഴ്ചയിൽ ഓർത്ത ദൈവം വീണ്ടും ഒരു തിരുവെഴുത്തുമായി എളിവനായിരിക്കുന്നു. കർത്താവ് ഞങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ നല്ല പിതാവേ. സന്തോഷത്തോടൊരു ആമേൻ പറഞ്ഞാട്ടെ, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. സംസാരിക്കുക എന്ന് പറയുമ്പോൾ ആര് സംസാരിക്കുന്നു, ആരോട് സംസാരിക്കുന്നു എന്നോടെ ചിന്തിക്കണം. നമുക്കൊക്കെ, ഞാനിവിടെ എല്ലാ ഞായറാഴ്ചയും വന്ന് ഈ ഫ്രണ്ട് സൈഡിൽ ഇരിക്കുന്ന കുരുന്ന് കുട്ടികളോട് പറയാറുണ്ട്, സംസാരിക്കരുത്. പക്ഷേ ഈ കുരുപ്പുകളൊന്നും അത് അനുസരിക്കത്തില്ല. എൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അവർ പറഞ്ഞിരിക്കും. ഇന്ന് ഞാൻ 3 പേന പിടിച്ചു വാങ്ങിച്ച് ഇവിടെ വെച്ചു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ 3 പേനയും കാണാനില്ല. അമാർ തന്നെ വലിച്ചെടുത്തു. സംസാരിക്കരുതെന്ന് പറയുന്നത് അലങ്കോലമാകുന്ന ശബ്ദങ്ങൾ ആരാധനയ്ക്ക് തടസ്സമായതുകൊണ്ടാണ്. കുഞ്ഞുങ്ങൾ സംസാരിക്കണം, കളിക്കണം, വളരണം ഒക്കെ വേണം. പക്ഷെ പ്രാർത്ഥനാ സമയത്ത് നമ്മുടെ തലമുറയായിരുന്നാലും കൂട്ടുകാരായിരുന്നാലും അടുത്തിരുന്ന് ഞോണ്ടി കാര്യം പറയുമ്പോൾ ചെവി കൊടുക്കാൻ നിൽക്കരുത്. കാരണം നീ പ്രാപിക്കേണ്ട അനുഗ്രഹം പിശാച് അവനെ കൊണ്ട് ഞോണ്ടി കളഞ്ഞുകൊണ്ടിരിക്കുക. അന്നേരമായിരിക്കും ഒന്ന് മാന്തിയിട്ടൊരു കാര്യം പറയുന്നത്. ആ കാര്യം കേൾക്കണ്ട. ആരാധന സമയത്തുള്ള ദൂത്, നിനക്കുള്ള ദൂത്, അത് നീ ഏറ്റെടുത്തേ മതിയാവത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ സംസാരിക്കുന്നത് ഇഷ്ടമാണ് നമുക്ക്. കുഞ്ഞുങ്ങൾ സംസാരിക്കണം. ഈ സംസാരത്തിൻ്റെ വില അറിയണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളോ നമ്മളോ സംസാരിക്കാത്തവരായിരിക്കണം, ഊമരായിരിക്കണം. ഊമരായിരിക്കുന്നൊരു മനുഷ്യൻ, വ്യക്തി അല്ലെങ്കിൽ ഒരു കുഞ്ഞ്, എന്നെൻ്റെ കുഞ്ഞ് വായ തുറന്ന് അമ്മയെന്ന് വിളിക്കും, പപ്പയെന്ന് വിളിക്കുമെന്ന് കേൾക്കാൻ കൊതിച്ചിരിക്കും നമ്മൾ, അല്ലേ? കുറേ നാൾ സംസാരിക്കാതിരുന്ന ഒരു 5-6 വയസ്സാവുമ്പോൾ ഒരു പ്രാർത്ഥനാ സമയത്തോ മറ്റെപ്പോഴോ മമ്മീന്നൊന്ന് വിളിച്ചാൽ ആ അമ്മയുടെ കാതിൽ ആ ശബ്ദം കേൾക്കുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരു നന്ദി പറ, കർത്താവിൻ്റെ നന്ദി പറ. നിങ്ങളാരും അമ്മമാരല്ലയോ? അമ്മമാരല്ലെന്ന് തോന്നല്ലോ ഇവിടെ ഇരിക്കുന്ന ആരും. അപ്പന്മാർക്കും അത് തന്നെ. അച്ഛാ, മക്കൾ സംസാരിക്കത്തില്ല, പക്ഷേ ഒരു സാഹചര്യത്തിൽ വായ തുറന്ന് പപ്പയെന്ന് വിളിച്ചു, അപ്പനുണ്ടാകുന്ന സന്തോഷം അവനെ വാരി പുണരും, അവനെ പൊക്കിയെടുക്കും, ചുംബിക്കും. ഓടിച്ചെന്ന് ഭാര്യയോട് പറയും, അല്ലേ അമ്മയോട് പറയും, പപ്പയോട് പറയും, അടുത്തുള്ളവരോട് പറയും, എൻ്റെ കുഞ്ഞ് വായ തുറന്ന് എന്നെ പപ്പയെന്ന് വിളിച്ചു. താങ്ങാൻ കഴിയാത്ത സന്തോഷമാണ്. മറ്റുള്ളവർ, വിലപ്പെട്ടവർ. ഇതുവഴി ഒത്തിരി വാഹനങ്ങൾ പോകുന്നുണ്ട്. പഞ്ചായത്ത് മെമ്പർ മുതൽ MLA മുതൽ MP-മാർ മുതൽ മന്ത്രിമാർ സഹിതം ഈ റോഡ് വഴി പോകുന്നുണ്ട്. പക്ഷേ നീ പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു വാഹനം നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിർത്തി. നമ്മുടെ അടൂര് ചിറ്റയം ഗോപകുമാർ സാറ് പോയപ്പോൾ വണ്ടി ഒന്ന് നിർത്തിയിട്ട് നമ്മളെ കണ്ടിട്ട്, ഹലോ, എവിടാ, എങ്ങോട്ടാ, എന്തുകൊണ്ട് വിശേഷമെന്ന് ചോദിച്ചാൽ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം. റേഷൻ വാങ്ങിക്കാൻ വന്ന വഴിക്ക് സഞ്ചിയായിട്ട് വന്നപ്പോൾ കന്നാസും കൊണ്ട് വന്നപ്പോഴാണ് MLA വണ്ടി നിർത്തിയിട്ട് നിങ്ങളെ നോക്കി, സഹോദരി എന്തോ ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ കയ്യിരിക്കുന്ന സഞ്ചി താഴെ കളഞ്ഞിട്ടൊരു തുഴക്കവും കന്നാസും എടുത്ത് കളഞ്ഞ്, ഇല്ലയോ? കാരണം നിങ്ങളോട് സംസാരിച്ച ആരാ? ഈ പട്ടണത്തിൽ അറിയപ്പെട്ട, ഈ കേരളം അറിയപ്പെട്ട ഒരു MLA നിങ്ങളോട് സംസാരിച്ചെന്നൊരു സന്തോഷം. ഒരാമയും പറഞ്ഞാട്ടെ. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിനകത്ത് അബ്രഹാം എന്ന് പറയുന്ന പിതാവിനോട് സംസാരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നു. സകലതും പടച്ച ചമച്ച ദൈവം ഇറങ്ങി വന്ന് പേര് പറഞ്ഞ് വിളിക്കുക എന്ന് പറയുന്നതിൽ അപ്പുറം വേറെ സന്തോഷമൊന്നുമില്ല. ഞാൻ അബ്രഹാമിനെ പറയുന്നെങ്കിലും അത് എൻ്റെ പേരാണെന്ന് ഞാനങ്ങ് എഴുതി വെക്കുന്നു.
എന്നെ കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ പേരായിട്ട് എഴുതി വെക്കണം. നിന്റെ പേര് വിളിക്കുന്ന ഒരു ദൈവം. രാമൻ പറഞ്ഞാട്ടെ ഹല്ലേലൂയ. അബ്രഹാമിനോട് പറയുന്നു, ഒന്ന് വായിച്ചമളെ. അതിന്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അടുത്ത വാക്യം വായിക്കണം. അതിന് അബ്രാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഇതാണ് ചോദ്യം. ഞാൻ അതിമഹത്തായ പ്രതിഫലമാണെന്ന് അങ്ങ് പറയുന്നല്ലോ, പക്ഷേ എൻ്റെ അവസ്ഥ അറിഞ്ഞിട്ടാണോ അങ്ങ് അതിമഹത്തായതെന്ന് എന്നെ നോക്കി പറയുന്നത്? ഞാനും നിങ്ങൾക്കും ചോദിക്കാനൊരു ചോദ്യം ഇവിടെ കിടപ്പുണ്ട്. എൻ്റെ അവസ്ഥ, എൻ്റെ വീടിൻ്റെ സ്ഥിതി, എൻ്റെ തലമുറ കുടുംബജീവിതത്തിന്റെ സ്ഥിതി ഇങ്ങനെ കിടക്കുമ്പോൾ റോയ് പാസ്റ്ററെ അനുഗ്രഹിക്കുമെന്ന് പറയാൻ കാരണമെന്ത് എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി അടുത്തത് ഞാൻ പറഞ്ഞു തരാം. നീ അതിമഹത്താണെന്ന് ദൈവം പറഞ്ഞാൽ ആർക്കും അത് മാറ്റാൻ പറ്റത്തില്ല. മഹത്തായതിനെ മാത്രം നോക്കി മഹത്വം എന്ന് പറയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവം തന്നെയാണ്. നീ അതിമഹത്തായ പ്രതിഫലമാണെന്ന് സ്വർഗം പറഞ്ഞു. അബ്രഹാം പറഞ്ഞു, അത് എങ്ങനെ സംഭവിക്കും? ഒരിക്കലും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അടുത്ത ബാക്കി പായിരുമോളെ. കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. ഇതാണ് സംഭവം. ഏറ്റവും കൂടുതൽ നിന്ന ചുമക്കുന്നത് തലമുറയില്ലെങ്കിലാ. വിവാഹം കഴിഞ്ഞു, 2 വർഷമായി, 5 വർഷമായി, 8 വർഷമായി മക്കളില്ലാതെ വന്നാൽ ഉള്ള വേദന ആ മാതാപിതാക്കൾക്ക് അറിയത്തുള്ളൂ. എന്ന് വെച്ചാൽ സമൂഹത്തിൽ നിന്ദിതനായി, മനുഷ്യന്റെ മുഖത്തോട് നിവരെ നിന്ന് നോക്കാൻ പറ്റാത്ത സ്ഥിതിയായി, ഇനി ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് ചിന്തിച്ചു പോയി, എല്ലാറ്റിലും നഷ്ടം, കഴകത്തില്ലാത്തവനെന്ന് പറഞ്ഞ് പലരും ആക്ഷേപിക്കാൻ തുടങ്ങി. നിന്ന സഹിച്ച് മുഖം നീരായി നിൽക്കുമ്പോൾ സ്വർഗം പറയുക, നീ എൻ്റെ അതിമഹത്തായവനാണ്. അബ്രഹാം തുറന്നടിച്ചു ചോദിച്ചു, മക്കളില്ലാത്ത ഞാൻ മഹത്വാനായി എങ്ങനെ മാറൂ? ഈ പകൽക്കാലം ഞാൻ പറയാം, മക്കളാകുന്നതിന് മുൻപേ നിന്റെ അതരത്തിനകത്ത് തലമുറയുണ്ടാകുമെന്ന് അറിയുന്നൊരു ദൈവമുണ്ടെന്ന് ഞാൻ പറയുന്നു. വിശ്വസിച്ച് കരം തട്ടി സ്തോത്രം പറ. നിനക്കുള്ളതെല്ലാം ദൈവം കാണുന്നു. ഒരു ഗതിയില്ലാത്ത നിന്നെ നോക്കിയാ സ്വർഗം പറയുന്നത്, നീ അനുഗ്രഹമായിരിക്കും, നീ അനുഗ്രഹമായിരിക്കും. പക്ഷേ അനുഗ്രഹം തരുന്നൊരു സമയമുണ്ട്. എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല. അതിൻ്റെ 18-ാം അധ്യായം 1-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ദേ കയറി വരുന്നുണ്ട് ഒരു അനുഗ്രഹം. വായിച്ചു വിടുമ്പോളെ 18-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിച്ചാട്ടെ. പടപടന്ന്. അനന്തരം യഹോവ അവന് അമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വീണ്ടും ദാണ്ട സ്വർഗം ഇറങ്ങി വന്നു. അതിമഹത്താണെന്ന് നിന്നോട് പറഞ്ഞില്ലേ, ഞാൻ നിനക്ക് മഹത്വമായത് ചെയ്യാൻ നിന്റെ കൂടാരം തേടി വരുന്നൊരു സമയമുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മാതാവേ പിതാവേ, നീ ചോദിച്ചില്ലയോ എനിക്ക് എന്ന് ലഭിക്കുമെന്ന് ചോദിച്ചില്ലയോ? എന്ന് ഈ ഭവനം പണിയൂ, എന്നെനിക്ക് വാഹനം വാങ്ങൂ, എന്നെനിക്ക് തലമുറയുണ്ടാകും, എന്നെന്റെ രോഗം മാറും. എന്നാൽ നിന്റെ വീട് തേടി വന്ന് നിന്നെ ആ കരമടിച്ച് മഹത്വം കൊടു. മക്കളെ, വചനം കേട്ട് നിങ്ങൾ ഏറ്റെടുക്ക്. ഇത് വചനത്തിന്റെ ആഴമേറിയ ദൂത പരിശുദ്ധാത്മാവ് പറയുന്നു. ആരെ നോക്കണ്ട, നിന്നോടാ പറയുന്നത്. നിന്നെ തേടി വരുന്നൊരു ദൈവമുണ്ട്. ഉടയമാന ശന്തരാതി. ആ പുറകിലറ്റം കരമില്ലായിരിക്കും, ആ പുറകെ അറ്റം ആർക്കും കരമില്ലായിരിക്കും. പ്രിയ സഹോദര, കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്ത്. നീ ദൈവത്തിന്റെ അതിമഹത്തായത നിന്നെ തേടി വരുന്നു. നീ ഇരിക്കുന്നിടം തേടി വന്ന് നിന്റെ അനുഗ്രഹം തരാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ ഇവിടെ ഉയർത്തുന്നത്. ആ ദൈവത്തിന് നീ ആയിരിക്കുന്ന ഇടമറിയാം, നിന്റെ സ്ഥലമറിയാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? വായിച്ചോളെ. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിൽ ഉറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അടുത്തത്, അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അടുത്തത്, അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു. നിലം വരെ കുനിഞ്ഞു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. ഇവിടെ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, യജമാനന്മാരെ, എന്നോട് ദയ ഉണ്ടെങ്കിൽ എന്നെ കടന്നു പോകരുത്.
ഇവിടെയുള്ള ദൈവമക്കളോട് ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം: കർത്താവേ, എന്നെ അനുഗ്രഹിക്കാതെ അങ്ങ് കടന്നു പോകരുത്. സന്തോഷത്തോട് കരപുരത്തി ഒരു നന്ദി പറഞ്ഞേ. എൻ്റെ തലമുറ അനുഗ്രഹിക്കാതെ അങ്ങ് കടന്നു പോകരുത്. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാതെ അങ്ങ് കടന്നു പോകരുത്. അങ്ങ് അനുഗ്രഹിച്ചല്ലാതെ എനിക്ക് ഇവിടെ നിന്ന് പുറപ്പെടാൻ പറ്റത്തില്ലെന്ന് പറ. ദൈവം നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. സ്വർഗം അനുഗ്രഹിക്കാൻ ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്വർഗം അനുഗ്രഹിക്കാൻ ഇറങ്ങി. സ്വർഗം പറഞ്ഞു, ആമേൻ, ഞാൻ വന്നതേ, ഞാൻ നിന്നോട് മുമ്പൊരു കാര്യം പറഞ്ഞു, നീ അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ എന്ത് ചെയ്തു? നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നിവർത്തി ചെയ്യാനാ ഞാൻ നിന്നെ കൊണ്ടുവന്നത്. ഒരു ഉപവാസ പ്രാർത്ഥന, അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ, അല്ലെങ്കിൽ ഒരു കോട്ടേജ് മീറ്റിംഗ്, അല്ലെങ്കിൽ ഒരു ആമേൻ കാത്തിരിപ്പ് യോഗം, ഇല്ല വീട്ടിലെ സന്ധ്യപ്രാർത്ഥന, എന്തോ ആയിക്കൊള്ളട്ടെ, ഇരുന്ന് ആരാധിക്കുമ്പോഴായിരിക്കും നിന്നെ തേടി ദൂതന്മാർ ഇറങ്ങി വരുന്നത്. ആ കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. നീയും ഞാനും ആയിരിക്കുന്ന മേഖല ഏതായിരുന്നാലും വിശുദ്ധമായി ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലത്ത് ഒരു അനുഗ്രഹത്തോട് നിന്നെ അയക്കാൻ ദൈവം തൻ്റെ ദൂതന്മാരെ വേഷം കെട്ടി വരൂ. അതൊരു അനുഗ്രഹമായി മാറാനിടയാകും. എൻ്റെ വാക്കുകളെ നിർത്താം. ഇന്ന് യൂത്തിൻ്റെ പ്രോഗ്രാം ഉണ്ടല്ലോ. പിന്നത്തേത് നമ്മൾ വായിക്കുന്നു 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം അനുഗ്രഹിച്ച് അബ്രഹാമിനെ മാനിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാ കണ്ണുമടയ്ക്കാം, തലകൾ വണക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവ പൈതലേ, നിന്നെ അനുഗ്രഹിക്കാൻ ദൈവം ഇറങ്ങി വരും. നിന്റെ വീട് എവിടെ ആയിക്കൊള്ളട്ടെ, നീ പാർക്കുന്ന സ്ഥലം എവിടെ ആയിക്കൊള്ളട്ടെ, നിന്റെ കൂടാരം തേടി അവൻ വരും. എന്തിനാണെന്നറിയാമോ? കഴിഞ്ഞ ദിവസം നിന്നോട് ഞാൻ നീ അതിമഹത്വം എന്ന് പറഞ്ഞല്ലോ. ആ മഹത്വമായത് ചെയ്തെടുപ്പാൻ എന്ന് ഈ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക. ഉഷരവേദനം കർമ്മശരാതി വൈഡരതനം ഭ്രൗഷമനാഥ ഘടകസ്യാല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. മാതാവേ, പിതാവേ, നീ നീറുന്ന പ്രശ്നമുണ്ട്. ആരോടും പറയാതെ കണ്ണു കലങ്ങി ഭാരപ്പെട്ടവളായി മനസ്സ് കലങ്ങി വേദനപ്പെടുമ്പോൾ സ്വർഗത്തിൽ അപ്പച്ചൻ നിന്നോട് പറഞ്ഞതിൻ്റെ നിവർത്തി താമസമിനാ ദൈവം ചെയ്യാൻ പോകുകയാണ്. അത് അധികം ദൂരമില്ല, അധികം നാളില്ല. വേഗത്തിലെ അനുഗ്രഹം, അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം നിനക്ക് തരാൻ, നിന്നെ മാനിക്കുവാൻ, നിന്റെ തലമുറ ദേശത്ത് അനുഗ്രഹമെന്ന് പറയാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേര് കർത്താവേ, അത് എനിക്ക്, എൻ്റെ കുടുംബത്ത്, എൻ്റെ ശിരസിലെന്ന് പറയും? ഒരു നിമിഷം കണ്ണുകളുടെ ഏൽപ്പിക്കുക.